നമസ്കാരം. എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തി കുറുമ. ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും എല്ലാം ചേർത്തിട്ട് വളരെ സ്വാദിഷ്ടമായൊരു കുറുമ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെജ് കുറുമയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം ഒരു മീഡിയം സൈസ് ക്യാരറ്റ് 3 എടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ്, പൊടിയായി അരിഞ്ഞ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്. സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഞാനൊരു 1/2 ഗ്ലാസ്, അതൊരു 5 മണിക്കൂർ മുന്നേ കുതിർത്തി വെച്ചതാണ്. ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾ ആൾക്കനുസരിച്ച് എടുത്തോളൂ. ഇതെല്ലാം കൂടി കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ കേട്ടോ. നിങ്ങൾ ഗ്രീൻ പീസ് ഒരു 4-5 മണിക്കൂർ മുന്നിട്ട് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊരു 3 വിസിൽ അടുപ്പിച്ചോളൂ. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ആദ്യം നമുക്കിത് വേവിച്ച് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനൊരു 2 ചെറിയ സവോള അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസൊക്കെ. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇതൊന്ന് വാടി വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് ഇത് ഓപ്ഷനിലാണ് കാഷ്യൂ. പക്ഷേ കാഷ്യൂ ചേർത്ത് കഴിഞ്ഞാൽ കുറുമയ്ക്ക് നല്ലൊരു കൊഴുപ്പുണ്ടാവും. ഞാനൊരു 8-10 എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 2 നാടൻ തക്കാളി, ഒരു 2-3 പച്ചമുളക്. ഇത് നന്നായിട്ടൊന്ന് വല്ലാതെ വഴറ്റൊന്നും വേണ്ട, എന്നാലും നന്നായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ. തക്കാളിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കൊത്തമല്ലിയില, 2 കൊത്തമല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ വേണ്ട കേട്ടോ, ഒരു നുള്ള് മുളക് പൊടി. അത് കാശ്മീരി ചില്ലിയോ എരിയുള്ളതോ ഏത് വേണമെങ്കിലും ആവാം. അപ്പം ഇനി മുളക് പൊടിയുടെ മണമൊക്കെ ഒന്ന് മാറി വരട്ടെ, പച്ചമണമൊക്കെ കേട്ടോ. ഇപ്പം മുളക് പൊടി വളരെ കുറച്ച് മതി കേട്ടോ. അത് ഓപ്ഷനിലാണ്. എരിയുള്ളതോ ഇല്ലാത്തതോ ഏത് വേണമെങ്കിലും ചേർക്കാം. കാശ്മീരി ചില്ലി എടുത്താലും കുഴപ്പമില്ല. ഇനി ഞാൻ ഇവിടെ തന്നെ പൊടിപ്പിച്ച് വെച്ചതാണ്. ഒരു 1/2 ടീസ്പൂൺ മാത്രം മതി ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു 3 വിസിൽ അടുപ്പിച്ചു കേട്ടോ. നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ട് ഇരിക്കുന്നുണ്ട്. കുക്കർ തുറക്കാനാവുന്നതേ ഉള്ളൂ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതേ കടായി തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ചെറിയ സവോള വഴറ്റാനും കൂടി വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലെന്തായാലും ഞാൻ ഉപ്പിടുന്നില്ല. നമ്മളിപ്പോൾ 2 ഉപ്പിട്ടിട്ടുണ്ട്, കൂടുണ്ടല്ലോ. ഇതൊന്ന് നന്നായിട്ട് സോഫ്റ്റായി വരട്ടെ. വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ചതച്ചതോ പൊടിച്ചതോ എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. ഒന്നും കൂടി ആയി വരാനുണ്ട്. വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ വെജ് കുറുമയിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 പിടി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ജീരകം ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടി ഫൈനായിട്ട് അരയ്ക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് അരച്ചതിന് ശേഷം ഒരു തുണിയിൽ വെച്ചിട്ട് 1-ാം പാല് 2-ാം പാല് ഒന്നും വേണ്ട, പാല് പിഴിഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ഫൈനായിട്ട് അരച്ചതിന് ശേഷം അതിലേക്ക് ഒഴിക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒരുവിധം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. എത്ര മതി. ഈ സമയത്ത് നമ്മളിപ്പോൾ അടിച്ചു വെച്ചതില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടാവുകൊണ്ട് നല്ലൊരു കൊഴുപ്പ് കിട്ടും. കുറച്ചും കൂടെ വെള്ളം നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ജാറിൽ തന്നെ നമുക്ക് നാളികേരം ജീരകം കൂടി ഉള്ളത് അരച്ചെടുക്കാം. ഞാൻ പാലൊന്നും പിഴിയുന്നില്ല കേട്ടോ, അരച്ചെടുക്കുക ചെയ്യുന്നത്. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങൾ.
കുറുമയ്ക്ക് നമ്മൾ വേവിച്ച കഷ്ണങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഒരു 3 വിസിലടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ്, ഗ്രീൻ പീസ്, ഇഞ്ചി, പച്ചമുളക്, ഒരു ഉരുളക്കിഴങ്ങ്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്കിനി അരപ്പ് ചേർക്കേണ്ടതുണ്ട്. പതിയെ തിളച്ച് വന്നാൽ മതി കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നാളികേരവും നല്ല ജീരകവും കൂടി അരച്ച് കൊണ്ടുവരാം. അപ്പോൾ കണ്ടോ, ഇത് നന്നായിട്ട് കൊഴുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അരച്ച് വെച്ചതും കൂടി ചേർക്കാം. കണ്ടോ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയുന്നില്ല ഇതിൻ്റെ ടേസ്റ്റ് എന്താവുന്ന. ഒന്നും കൂടി കുറുകി വരട്ടെ കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കേണ്ടതുണ്ട്. വെയിറ്റ് ചെയ്യാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ലേശം കൂടി 1/4 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് കുറച്ച് മല്ലിയില ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഒരു ടേസ്റ്റാണ് കുറുമയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഇത് വല്ലാതെ ഈ നാളികേരം അരച്ചതിന് ശേഷം തിളയ്ക്കേണ്ട കാര്യമില്ല. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു പരുവം വേണം നമ്മൾ ചപ്പാത്തിക്കും അതുപോലെ തന്നെ ദോശ, പൂരി, പൊറോട്ട എല്ലാറ്റിനും എടുക്കാം. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. മതി. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ഞാൻ ചപ്പാത്തിക്ക് പാരുന്ന ബ്രെഡ് ആട്ടോ എടുക്കുന്നത്. ബ്രെഡിലേക്ക് നല്ലതാണ് ഈ കുറുമ. വിളമ്പി കൊടുക്കാം. ഹായ്. അപ്പോൾ അതൊരു കഷ്ണം തരാം. നല്ല ചൂടുണ്ട്. എല്ലാവരും കഴിച്ചോളൂ. അപ്പോൾ എല്ലാവരും കുറുമ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ടാറ്റാ.